ഹലോ എവരിബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിന്ന് പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻഡ് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന എന്തായാലും ചെയ്തിരിക്കണം എന്ന്, അല്ലെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് ഞങ്ങളെവിടെ പോകുന്നതെന്നറിയോ? ഞങ്ങൾ കയാക്കിങ്ങിനാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ABCD അറിയില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് അത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. സത്യം ഭയങ്കര പേടിയുണ്ട്. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമോ. പിന്നെ ഇത് പറഞ്ഞ സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത്. അമ്മയും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നീന്താൻ അറിയില്ലല്ലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. അപ്പം എൻഡിങ് 2025 വിത്ത് അഡ്വഞ്ചർ. സോ ലെറ്റ്സ് സീ എങ്ങനെ പോകും, നമുക്ക് നോക്കാമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. ആൻഡ് ഈ ഒരു ലൊക്കേഷനിലെത്താൻ വേണ്ടിയിട്ട് വലിയ കൺഫ്യൂഷനൊന്നും ആവില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് റോഡ് സൈഡ് തന്നെയാണ്. നമുക്ക് ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരിട്ട് ഇവിടെ തന്നെ ഇറങ്ങാം. ജസ്റ്റ് ഒരു പാലത്തിനപ്പുറം എന്ന രീതിയിൽ, പാലത്തിൻ്റെ ഇപ്പുറമാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇതും കഴിഞ്ഞ് ക്രോസ് ചെയ്തിട്ടൊരു സ്റ്റോപ്പും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളോട് പറഞ്ഞത് പാലത്തിൻ്റെ ഇപ്പുറം ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് റോഡ് സൈഡ് തന്നെയാണ്. ഇപ്പം നമുക്കിപ്പം ഇതെവിടെ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമുക്ക് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് ആവണം തന്നെയല്ല, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആയാലും നിങ്ങൾ വരുന്ന കാട്ടാമ്പള്ളി റൂട്ട് തന്നെയാണിത്. നെർവസ് തീർത്ത നെർവസ് പേടിയാകുന്ന ഓണല്ലേ റെഡില്ലേ നേരെ കാണുന്നേ ഒന്നുമില്ല എനിക്ക്. ഡബിൾ അയ്യോ ദേവേ അതോടേ തീർത്ത എങ്ങോട്ട് പോകുന്നത്? അയ്യോ എനിക്ക് പേടിയായിട്ട് വയ്യ. We are going for kayaking. എനിക്ക് തോന്നുന്നു ഒന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യോ ബ്ലാക്ക് കളറല്ലേ ഇത് രണ്ടിലും സെൻറ്ററിൽ നമ്മളെ ഫേസ് ആയിട്ട് വേണം നിൽക്കാൻ വേണ്ടി. സ്ട്രെയിറ്റ് ആയിട്ട് വേണ്ടിട്ട് രണ്ടും അങ്ങനെ കറക്റ്റ് ആയിട്ട് രണ്ടു വേണ്ടിയില്ല, സ്ട്രെയിറ്റ് ആയിട്ട് റൈറ്റിലേക്ക് വളക്കണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം ചെയ്യാം, ലെഫ്റ്റിലേക്ക് വളക്കണ്ടെങ്കിൽ റൈറ്റ് സൈഡ്. പിന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫ്രണ്ടോട്ടേക്ക് പോകുമ്പോൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബാക്കിൽ നിന്ന് മുന്നോട്ട് കഴിയും. നമുക്ക് വളക്കാൻ ആദ്യമൊന്നും കുറച്ച് തീർത്ത ഫസ്റ്റ് നീ മുമ്പില്, ഞാൻ ബാക്കിൽ. നമ്മളൊക്കെ ആ സീറ്റ് ഉണ്ടോ? ഏതാ ബാക്ക്? ഓ അതാ ബാക്ക്. ഫസ്റ്റ് ഞാൻ പോട്ടെ. ആർക്ക് ബാക്കിലായിരിക്കുന്ന കൺട്രോൾ ചെയ്യേണ്ടത്? എന്നാൽ ഞാൻ ഫ്രണ്ടിൽ. എന്നെ കൊണ്ട് കൺട്രോളൊന്നും നടക്കില്ല. അതെ അതെ അതെ, എല്ലാം ഓക്കെ ആവും, എല്ലാം ഓക്കെ ആവും, എല്ലാം ശരിയാവും. ഓ ഈ നടുക്ക് തന്നെ ചവിട്ടി ചവിട്ടി പോണോ?
അമ്മച്ചിയെ രക്ഷിക്കണം. ഇവിടെ ആലുകണ്ട് തീർത്ത വന്ന് കേറ്. നോ തീർത്ത എല്ലാം ശരിയാവും. ഇതിപ്പോ വെള്ളത്തിലേക്ക് ഇട്ടാൽ ഇങ്ങനെ ആയി പോവാ. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ ദൈവമേ. ഇങ്ങനെയാ? അയ്യോ അങ്ങനെ ഫൈനലി ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. ഞങ്ങളുടെ പൊട്ട ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് അത് പറഞ്ഞിരുന്ന ആൾ തന്നെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ച് വന്നിരിക്കുന്നതെന്ന്. ആ ഇറങ്ങുന്നവരെയുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് പിന്നെ നമ്മൾ തിരിച്ച് നമുക്ക് അങ്ങോട്ടേക്ക്, അതായത് നോർമൽ ഇതിലേക്ക് പോകാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു ലൈക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ നമുക്ക് സേഫാണ് എന്നുള്ളൊരു തോന്നൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരും. സ്റ്റാർട്ടിങ് ഇതെങ്ങോട്ടാണ് പോകേണ്ടത്, ഇതെങ്ങോട്ടാണ് ഇതാവുന്നത്, മര്യാദക്ക് തുഴയുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമുക്കങ്ങ് ട്രാക്ക് കിട്ടി, എങ്ങനെയാണ് തുഴയേണ്ടത് എന്നൊക്കെ നമുക്ക് കിട്ടിയപ്പം അടിപൊളിയായിരുന്നു. അറിയില്ല, അത് ഇങ്ങനെ ഇരുന്ന് പോകേണ്ടി വരും. പങ്കായം മുട്ടൂലായിരിക്കും. എനിക്ക് കുറച്ച് സ്ട്രെയിൻ ആവുന്നു. കുറച്ച് സമയം നിർത്ത്, ഒരു മിനിറ്റ്. അങ്ങോട്ടാക്കണ്ടേ? റൈറ്റിലേക്ക് ആക്കണ്ടേ? ലെഫ്റ്റ്. ആ ഓ ഇതിൻ്റെ അടിയിലാ പറഞ്ഞത് കുറച്ച്. ആ ഇങ്ങനെ പോവുമായിരിക്കും മെല്ലെ. ക്യാമറ സെറ്റാണ്. തൊഴിഞ്ഞോളും നീ തൊഴിഞ്ഞോളും, ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. നിന്നെ എടുത്തരാം. കണ്ടൽ കാടുകളൊക്കെ എത്തിട്ടോ. ഈ ഇപ്പുറത്ത് അപ്പുറത്ത് കണ്ടൽ കാടുകൾ കാണണ്ടേ നിങ്ങൾക്ക്? കണ്ടൽ കാട്. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ചെറിയൊരു പേടിയായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് അവിടെ ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു തടസ്സം പോലെയൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയൊരു കൺഫ്യൂഷനായി. ഇത് മുന്നോട്ട് പോകേണ്ട ഒരു ലൈക്ക് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് പോകുന്നതിന് പകരം ആക്ച്വലി നമ്മൾ തുഴഞ്ഞുകൊണ്ടിരുന്നത് ബാക്കോട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് സമയം അവിടെ തന്നെ ഇങ്ങനെ നമ്മൾ ഇരുന്നു. താഴോട്ട് ഇറങ്ങാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ അത് കൂരി ഇറങ്ങാണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു, അതങ്ങ് ഒഴിവാക്കി. പക്ഷെ അവിടെ ഇങ്ങനെ ഇരുന്നു, കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരു ബിസി ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫ് എന്നൊക്കെ ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്ട്രെസ് എന്നൊക്കെ മാറി, അല്ലെങ്കിൽ നിങ്ങളൊരു ആസ്പിരൻ്റ് ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു സ്ട്രെസ് റിലീഫായിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയി ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ ഇതേപോലെ ഇപ്പം പെയറായിട്ട് മാത്രമല്ല ഒറ്റയ്ക്കും പോവാം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോയി അത് നിങ്ങൾ സെപ്പറേറ്റ് ഒരുമിച്ച് വരികയാണെങ്കിലും ഒറ്റയ്ക്കായിട്ട് എടുക്കും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് കയാക്കിങ് ചെയ്യാൻ വേണ്ടി പറ്റും. യു വിൽ ലവ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ
വരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഒരു കൺഫ്യൂഷനോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് എന്താ ചെയ്യാമെന്നാണ്, നിങ്ങൾ കണ്ണൂർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ നിന്നോ പ്രഭാതിൻ്റെ അവിടെ നിന്നോ നിങ്ങൾ മയ്യിൽ കാട്ടാമ്പള്ളി ബസ് കയറുക, നിങ്ങൾ കാട്ടാമ്പള്ളി സ്റ്റോപ്പ് ഇറങ്ങുക. അവിടെ തന്നെയാണ് പാലം കടന്ന അപ്പുറം നമുക്കിവിടെ എത്തി. നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറമാണ് നമ്മൾ ഇറങ്ങുക, അപ്പുറത്തും സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കുറച്ച് നടക്കണം എന്നുള്ളതാണ് കണ്ടക്ടർ പറഞ്ഞത്. അവിടെ ഇറങ്ങിയതിന് ശേഷം പാലം കടന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ കാട്ടാമ്പള്ളി കയക്കിൻ്റെ അവിടെ എത്താം. ആൻഡ് അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. അതെ, അധികം നടക്കാനുമില്ല. നടക്കുന്ന ഭാഗമാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഈ പാലം കിടക്കുന്നില്ലേ, നല്ല വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാം. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ആക്ച്വലി.